എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ഭരതം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ തിരക്കഥയെക്കുറിച്ചാണ്. മലയാളികൾ എന്നെന്നും സ്നേഹിക്കുന്ന രണ്ടു പേരാണ് കല്ലൂർ രാമനാഥനും കല്ലൂർ ഗോപിനാഥനും. മലയാളത്തിലെ പ്രതിഭാധനരായ മോഹൻലാലും നെടുമുടി വേണുവും അവതരിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങൾ. ഒരിക്കലും നമുക്ക് ഈ കഥാപാത്രങ്ങളെ മറക്കാനാവില്ല. സിബി മലയിൽ എന്ന അനുഗ്രഹീതനായ സംവിധായകനെയും ലോഹിതദാസ് എന്ന അനുഗ്രഹീതനായ എഴുത്തുകാരനെയും നമുക്ക് മറക്കാനാവില്ല. ഭരതത്തിൻ്റെ കഥയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1991 ജനുവരി 23. സിബി മലയിലിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം മറക്കാനാവില്ല. ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ മോഹൻലാൽ നിർമ്മിച്ച് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ സ്വിച്ച് ഓൺ ദിവസമാണ് ഇത്. കോഴിക്കോട് മഹാറാണിയിലായിരുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ള ക്രൂവിൻ്റെ താമസം. മഹാറാണിക്കടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ചിത്രത്തിൻ്റെ സ്വിച്ച് ഓൺ തീരുമാനിച്ചിരുന്നത്. ചിത്രത്തിൻ്റെ തിരക്കഥ ഏതാണ്ട് ലോഹിതദാസ് എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഭരതം എന്ന് ചിത്രത്തിന് പേരുമിട്ടു. പെട്ടെന്നാണ് ഒരു പ്രതിസന്ധി ഉണ്ടായത്. ചിത്രത്തിൻ്റെ തിരക്കഥയെല്ലാം റെഡിയാണ്. സംവിധായകൻ സിബി മലയിലും തിരക്കഥാകൃത്ത് ലോഹിതദാസും സഹസംവിധായകൻ ജോസ് തോമസും ആണ് അപ്പോൾ അവിടെ ഉള്ളത്. പൂജ തുടങ്ങാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മോഹൻലാൽ എത്തിച്ചേർന്നിട്ടില്ല. ഇതിനിടയിൽ ആരോ ലോഹിതദാസിനോടും സിബി മലയിലിനോടുമായി പറഞ്ഞു, തിരക്കഥ വായിച്ച ഒരാളാണെന്ന് പറയാം. ഈ ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്ക് ബാലചന്ദ്ര മേനോൻ്റെ ഒരു പൈങ്കിളി കഥയുമായി ബന്ധമുണ്ട്. വല്ലാത്തൊരു ഷോക്കാണ് അപ്പോൾ സംഭവിച്ചത്. ഒരു പൈങ്കിളി കഥ സിബി മലയിലും ലോഹിതദാസും കണ്ടിട്ടുണ്ടായിരുന്നില്ല. തങ്ങൾ എഴുതിയ പുതിയ ചിത്രത്തിൻ്റെ, അതായത് പൂജ നടക്കാൻ പോകുന്ന ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്ക് ഒരു പൈങ്കിളി കഥയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? മോഹൻലാൽ ഹോട്ടൽ മഹാറാണിയിൽ നിന്നും, കോഴിക്കോട്ടത്തെ ഹോട്ടൽ മഹാറാണിയിൽ നിന്നും പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു കഴിഞ്ഞു. ഏതായാലും സിബി മലയിൽ ഒരു കാര്യം തീരുമാനിച്ചു. ചിത്രത്തിൻ്റെ പൂജയ്ക്ക് ഒരു മുടക്കവും വരുന്നില്ല. ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് മോഹൻലാൽ തന്നെയാണ്. മോഹൻലാലിനോട് കാര്യം പറയുക, എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ തീരുമാനിക്കട്ടെ എന്നായി തീരുമാനം. ലോഹിതദാസും സിബി മലയിലും മനസ്സിൽ വല്ലാത്ത ഭാരത്തോടെ അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് മോഹൻലാൽ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നത്. എല്ലാവരും സന്തോഷപൂർവ്വം പൂജയിൽ പങ്കുചേർന്നു. സിബിയും ലോഹിയും ഒഴികെ. ജോസ് തോമസിനും ഈ പറഞ്ഞ പോലെ സന്തോഷം ഉണ്ടായിരുന്നില്ല. ചിത്രത്തിൻ്റെ പൂജ കഴിഞ്ഞ് മോഹൻലാൽ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങി. ഒരു കാര്യം പറയാനുണ്ട്, സിബി മലയിൽ മോഹൻലാലിനോട് പറഞ്ഞു. എന്താണെന്ന് പെട്ടെന്ന് മോഹൻലാൽ ചോദിച്ചു. അത് ഹോട്ടലിലേക്ക് വന്നിട്ടാവാം എന്ന് പറഞ്ഞ് അവർ ഹോട്ടൽ മഹാറാണിയിലേക്ക് തിരിച്ചു. പ്രതിസന്ധികളെ ഹാൻഡിൽ ചെയ്യാൻ മോഹൻലാലിനോളം പോകുന്ന മറ്റൊരാളില്ല എന്നതാണ് സിനിമാ ലോകത്തിൻ്റെ അനുഭവം. മോഹൻലാൽ സിബി മലയിലിനെയും ലോഹിതദാസിനെയും സമാധാനിപ്പിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരാഴ്ച കാത്തിരിക്കാം. ചിത്രം ഡ്രോപ്പ് ചെയ്യേണ്ട. പുതിയൊരു തിരക്കഥ, പുതിയൊരു കഥ രൂപപ്പെട്ട് വരികയാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കാം. പെട്ടെന്നാണ് സിബി മലയിൽ പറഞ്ഞത്, ഇപ്പോൾ സമയം 9 മണിയല്ലേ ആയിട്ടുള്ളൂ. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് ഈ ചിത്രത്തിനായി നമുക്കൊരു പുതിയ കഥ കണ്ടെത്താം. ലോഹിതദാസ് ആകെ അന്തം വിട്ടുപോയി. എവിടെ നിന്നാണ്? അല്ലെങ്കിൽ ലോഹിതദാസിന് പെട്ടെന്നൊരു കഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. എവിടെ നിന്നാണ് ഇത്ര പെട്ടെന്ന്, അതായത് 4-5 മണിക്കൂറുകൾ കൊണ്ട് ഒരു കഥ രൂപപ്പെടുത്തുക? ഏതായാലും സിബി മലയിലല്ലേ പറഞ്ഞത് എന്ന സമാധാനത്തോടു കൂടി ലോഹിതദാസും സിബി മലയിലും ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടനും ഹോട്ടൽ മഹാറാണിയിലെ മോഹൻലാലിൻ്റെ സ്യൂട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. കോഴിക്കോട്ടെ ബീച്ചിലേക്കായിരുന്നു ഇവരുടെ യാത്ര. കോഴിക്കോട്ടെ ബീച്ച് ലോഹിതദാസിനും സിബി മലയിലിനും വളരെ പ്രിയപ്പെട്ട ഇടമാണ്. അവിടെ ഒരു ഹോട്ടലിലിരുന്ന് അവർ പലവിധ കഥകളെക്കുറിച്ച് ആലോചിച്ചു. പെട്ടെന്നാണ് ലോഹിതദാസ് പറഞ്ഞത്, നമുക്ക് മറ്റേ കഥ സിനിമയാക്കിയാലോ? ഏതാണ് ആ മറ്റേ കഥ? അത് സിബി മലയിലിൻ്റെ കുടുംബത്തിൽ തന്നെ സംഭവിച്ച ഒരു കാര്യമായിരുന്നു. അതിന് ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ആ സംഭവം. സിബി മലയിലിൻ്റെ വളരെ അടുത്തൊരു ബന്ധു മരിച്ചു.
ആ ബന്ധുവിൻ്റെ വളരെ അടുത്ത ഒരാളിൻ്റെ വിവാഹ ചടങ്ങ് നടത്താതിരിക്കാനാകില്ല. കാരണം മരണ വാർത്തയെക്കുറിച്ച് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഏതായാലും വിവാഹവുമായി മുന്നോട്ട് പോകാൻ ആ കുടുംബം തീരുമാനിച്ചു. ആ ചടങ്ങിലേക്ക് ലോഹിതദാസിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ചടങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ ആ മരണവാർത്ത സ്ഥിരീകരിക്കപ്പെട്ടു. ഏതായാലും ചടങ്ങ് കഴിഞ്ഞല്ലോ എന്ന സമാധാനത്തോടു കൂടി അവർ ചുമ്മാ ഇരിക്കുമ്പോൾ ലോഹിതദാസ് സിബി മലയിനോട് പറഞ്ഞു, ഇതിനകത്തൊരു കഥയുണ്ട്. അപ്പോൾ സിബി മലയെ ചോദിച്ചു, എന്താണ് കഥ? അതായത് വളരെ അടുത്തൊരു ബന്ധു മരിച്ച വിവരം മറച്ചു വെച്ചുകൊണ്ട് ഒരു വിവാഹം നടക്കുക. ഇവിടെ അതല്ല സംഭവിച്ചത്. സിബി മലയുടെ കുടുംബത്തിന് അറിയത്തില്ലായിരുന്നു. കാരണം ആ മരണവാർത്ത സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. ഏതായാലും നമുക്ക് ഈ കഥയുമായി മുന്നോട്ട് പോകാം എന്ന് ലോഹിതദാസ് പറഞ്ഞപ്പോൾ സിബി മലയിൽ ലോഹിതദാസിനെ നിരുത്സാഹപ്പെടുത്തി. കാരണം ഇവിടെ ആരും തെറ്റുകാരല്ല. വളരെ മുമ്പേ തന്നെ തീരുമാനിച്ച ഒരു വിവാഹമായിരുന്നു അത്. അങ്ങനെ സിബി മലയിൽ ലോഹിതദാസിനെ പിന്തിരിപ്പിച്ചതോടുകൂടി ലോഹിതദാസ് മനസ്സിൻ്റെ ഏതോ ഒരു അറയിലിട്ട് ആ കഥ പൂട്ടിവെച്ചു. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോഹിതദാസിനും സമാനമായ ഒരു അനുഭവം ഉണ്ടായി. ലോഹിതദാസ് ഒരു കല്യാണ വീട്ടിലേക്ക് ചെല്ലുന്നു. അന്ന് അദ്ദേഹം തിരക്കഥാ രചനയിലേക്കൊന്നും കടന്നിരുന്നില്ല. ചാലക്കുടിയിൽ നാടക പ്രവർത്തനവുമായി കഴിയുന്ന കാലം. ആ കല്യാണ ചടങ്ങിൽ ചെന്ന് ലോഹിതദാസ് ഒരു മൂലയിൽ ഒറ്റയ്ക്കിരുന്നു. അതാണ് ലോഹിതദാസിൻ്റെ ശീലം. ഒരിക്കലും തിരക്കിലലിഞ്ഞ് ചേരുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല ലോഹിതദാസ്. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ വീട്ടിലെ ദിനപത്രം കിടക്കുന്നത് കണ്ടു. ദിനപത്രം എടുത്തു നോക്കുമ്പോൾ ഒന്നാം പുറത്തിലെ വലത്തെ അറ്റത്തെ മൂലയിലെ ഭാഗം കീറിക്കളഞ്ഞിരിക്കുന്നു. ലോഹിതദാസ് ഇന്നത്തെ പത്രം ആരാണ് കീറിക്കളഞ്ഞത് എന്നോർത്ത് അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് ആ വീട്ടിലെ ഗൃഹനാഥൻ ആ വഴി വന്നത്. എന്ത് പറ്റി ചേട്ടാ, ഈ പത്രത്തിൻ്റെ ഒന്നാമത്തെ പത്രമല്ലേ, ഇതിൻ്റെ ഒന്നാം പുറം കീറിക്കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഒരു നിമിഷം പെട്ടെന്ന് ശങ്കയോടെ നിന്ന ഗൃഹനാഥൻ പിള്ളേരാരോ കീറിക്കളഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും കടന്നുപോയി. അന്ന് വിവാഹം കഴിഞ്ഞു. ആ വീട്ടിലെ പെൺകുട്ടിയുടെ വിവാഹമായിരുന്നു. വിവാഹത്തിൻ്റെ പിറ്റേന്നാണ് ആ വിവരം ലോഹിതദാസ് അറിയുന്നത്. താൻ ചോദിച്ച ഗൃഹനാഥൻ്റെ മൂത്ത മകൻ പണ്ടെങ്ങോ പുറപ്പെട്ടു പോയ ഒരാൾ മറ്റെവിടെയോ വെച്ച് മരിച്ചു കഴിഞ്ഞിരുന്നു. സ്വന്തം സഹോദരിയുടെ വിവാഹം നടക്കുന്നത് കാണാൻ ഭാഗ്യമില്ലാത്ത ഒരു ഹതഭാഗ്യനായി അയാൾ എവിടെയോ പോയി മറിഞ്ഞിരുന്നു. ആ വിവരം ആ രക്ഷകർത്താവിന്, ആ പിതാവിന് അറിയാമായിരുന്നു. അത് അന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. അതാണ് അയാൾ കയറിക്കാണുന്നത്. തൻ്റെ മകനോ എങ്ങോട്ടോ പോയി. ഇനി മകളുടെ ജീവിതവും കൂടി വഴിയാധാരമാക്കാൻ വയ്യ എന്ന തീരുമാനത്തിലായിരുന്നു അത്. ഇതും ലോഹിതദാസിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു. കോഴിക്കോട്ടെ കടലമ്മയെ സാക്ഷി നിർത്തി ലോഹിതദാസ് തൻ്റെ തീരുമാനം സിബി മലയിൽ അറിയിച്ചു. ഏതായാലും ഞാൻ ഈ ചിത്രം തന്നെ തിരക്കഥ എഴുതാൻ പോകുന്നു. എന്താണ് സിബി മലയിൻ്റെ അഭിപ്രായം? തൻ്റെ അനുഭവം കൂടി ലോഹിതദാസ് അപ്പോൾ സിബി മലയിലിനോട് പറഞ്ഞു. പിന്നെ സിബി മലയിൽ എതിർത്തില്ല. കാരണം മുന്നിൽ മറ്റ് പോമടികളില്ല. മോഹൻലാൽ കോഴിക്കോട് മഹാറാണിയിൽ കാത്തിരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു കഥ പറഞ്ഞേ തീരുള്ളൂ. ഏതായാലും ഈ കഥ പറയാം എന്ന് തീരുമാനിച്ചു. ലോഹിതദാസിൻ്റെ സജഷനായിരുന്നു രണ്ട് എഞ്ചിനീയർമാരെ സഹോദരന്മാരായ ചിത്രത്തിലെ നായകന്മാരെ എഞ്ചിനീയർമാർ ആക്കാം എന്നത്. എന്നാൽ സിബി മലയിൽ പറഞ്ഞു, എഞ്ചിനീയർ എന്നത് ഒരു വിഷ്വൽ എഫക്റ്റിൽ കൊണ്ടുവരാൻ പ്രയാസം കാണും. ഈ രണ്ട് സഹോദരന്മാർ തമ്മിൽ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് ഉണ്ടെങ്കിലോ ഏറ്റവും നല്ലത് അവർ സംഗീതജ്ഞരായിരിക്കാം എന്നാണ് സിബി മലയിൽ ലോഹിതദാസിനോട് പറഞ്ഞത്. പെട്ടെന്നത് നല്ലതാണെന്ന് ലോഹിതദാസിനും തോന്നി. രണ്ട് സംഗീതജ്ഞർ പരസ്പരം മത്സരിക്കുന്ന, മികവിൽ ആരാണ് മുന്നിൽ എന്ന് അറിയാതെ പരസ്പരം മത്സരിക്കുന്ന രണ്ട് സഹോദരങ്ങൾ. ആ സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആകസ്മികമായ ഒരു കഥ. സിബിയും ലോഹിതദാസും തീരുമാനിച്ചതോടെ അവർ മോഹൻലാലിനെ ഫോണിൽ വിളിച്ചു. പാതി ബന്ധ കഥയുമായാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി. ഇത് പാതി ബന്ധ കഥയല്ല എന്ന് സിബി മലയിൽ പറഞ്ഞു. അവർ മഹാറാണിയിലേക്ക് മടങ്ങി. മോഹൻലാൽ നിശബ്ദം, വളരെയധികം സൈലൻസോടു കൂടിയാണ് ഭരതത്തിൻ്റെ കഥ കേട്ടിരുന്നത്. കഥയുടെ പൂർണ്ണ രൂപം തന്നെ മോഹൻലാൽ കേട്ടു. അപ്പോൾ ഒരേ ഒരു ചോദ്യം മാത്രമാണ് മോഹൻലാലിന് ലോഹിതദാസിനോടും സിബി മലയിലിനോടുമായി ചോദിക്കാനുണ്ടായിരുന്നത്. ഇങ്ങനൊരു കഥ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇത്രയധികം ടെൻഷൻ അടിച്ചത്? അവർക്കൊന്നും പറയാൻ പറ്റിയില്ല. കാരണം ഓരോ വിധിയും ഓരോ രീതിയിൽ സംഭവിച്ചെന്നിരിക്കും. ഏതായാലും ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതാൻ ലോഹിതദാസ് ആരംഭിച്ചു.
ഒരാഴ്ച കൊണ്ട് ചിത്രത്തിൻ്റെ തിരക്കഥ പൂർത്തിയാക്കണം എന്നായിരുന്നു സിബി മലയിലിൻ്റെ അന്ത്യശാസനം. പക്ഷേ ലൊക്കേഷനിലിരുന്ന് തിരക്കഥ എഴുതാൻ താല്പര്യമുള്ള ലോഹിതദാസ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് 3-4 സീനുകൾ ഓരോ ദിവസവും എഴുതി ചേർത്തു. വളരെ തന്മയത്വത്തോടുകൂടി, വളരെയധികം ഹൃദയസ്പർശിയോടുകൂടി ലോഹിതദാസ് തൊപ്പിയും വെച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ ആ പേന കൊണ്ട് ഓരോ സീനുകളായി എഴുതി മലയാളത്തിൻ്റെ മനസ്സിലേക്കാണ് സമ്മാനിച്ചത്. കലൂർ ഗോപിനാഥനും കലൂർ രാമനാഥനും വിശ്വപ്രസിദ്ധരായ 2 സംഗീതജ്ഞർ, മോഹൻലാലും നെടുമുടി വേണു, അവിസ്മരണീയമായ 2 കഥാപാത്രങ്ങൾ, ഒരുമായി മുന്നോട്ട് നീങ്ങണമെന്ന വാശിയോടെ സഹോദരിയുടെ ഭാവിയോർത്ത് വേദനിക്കുന്ന ആ കലാകാരൻ. എത്ര ഹൃദയസ്പർശിയായിട്ടാണ് ലോഹിതദാസ് ആ കഥ എഴുതിയതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. മലയാളം അവിസ്മരണീയമായി അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന സിനിമയാണ് ഭാരതം. മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം. നെടുമുടി വേണുവിനാണ് ദേശീയ അവാർഡ് ലഭിക്കേണ്ടത് എന്ന ഒരു തർക്കവും ഈ ചിത്രത്തിൽ ചില പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നു. അപ്പോൾ നെടുമുടി വേണു പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട്. കലൂർ ഗോപിനാഥനല്ല കലൂർ രാമനാഥൻ. കലൂർ ഗോപിനാഥന് വളരെയധികം വളരെ വ്യത്യസ്തമായ ഒരുപാട് ഭാവങ്ങളുണ്ട്. കലൂർ രാമനാഥന് ഒരേ ഒരു വഴി മാത്രമാണ് സിനിമയിൽ ഉണ്ടായിരുന്നതെന്ന്. ഏതായാലും നെടുമുടി വേണുവും മോഹൻലാലും മത്സരിച്ചാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ആരാണ് മികച്ചതെന്നോ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്നോ പ്രേക്ഷകർക്ക് തീരുമാനിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മത്സരമായിരുന്നു ആ സിനിമയിലൂടെ നടന്നത്. എല്ലാത്തിനും കാരണക്കാരനായത് ലോഹിതദാസും എഴുത്തുകാരനും സിബി മലയിൽ എന്ന സംവിധായകനും ആനന്ദക്കുട്ടൻ എന്ന ഛായാഗ്രാഹകനുമാണ്. മോഹൻലാലിൻ്റെ 25 ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി ഫോബ്സ് മാഗസിൻ തിരഞ്ഞെടുത്തതാണ് ഭരതത്തിലെ കലൂർ ഗോപിനാഥൻ. രവീന്ദ്ര മാഷിനെയും കൈതപ്രത്തിനെയും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഭരതം എന്ന ചിത്രത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. ഒരു വശത്ത് ലോഹിതദാസ് തിരക്കഥ എഴുതുമ്പോൾ അപ്പുറത്തെ മുറിയിൽ കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്ര മാഷ് സംഗീതം പകരുകയായിരുന്നു. 5ഓളം നീണ്ട കച്ചേരികൾ, അതും മലയാളം മനസ്സിലേറ്റിയതാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഓരോ സിനിമയും ഓരോ യാദൃച്ഛികതകളാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. ഭരതം വളരെ പെട്ടെന്ന് ജനിച്ചു. ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ജനിക്കുന്ന ചില കഥകളും തിരക്കഥകളുമുണ്ട്. അത് പിന്നീട് മലയാളത്തിൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞങ്ങ് ഇഴുകി അങ്ങ് ചേരും. ഏതായാലും ഭരതത്തിൻ്റെ കഥ കേൾക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നമസ്കാരം.